ഒറ്റപ്പാലത്ത് സ്കൂൾ വിദ്യാർത്ഥിനികളെ അപമാനിച്ചുവെന്ന പരാതിയിൽ പിടിയിലായ നടൻ ശ്രീജിത്ത് രവിയെ പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കി. പോസ്കോ നിയമമനുസരിച്ചാണ് ശ്രീജിത്ത് രവിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി ലതീഷ് ചേർന്നുണ്ട്. ലതീഷ്, ഇന്നിനിയുള്ള നിയമ നടപടികളൊക്കെ എന്താണ്? സൗമ്യ, കോടതി നടപടികൾ തുടരുകയാണ്. പരാതി നൽകിയ സ്കൂൾ വിദ്യാർത്ഥിനികളും ലക്കിടിയിൽ നിർത്തിയിട്ട കാറിൽ ശ്രീജിത്ത് രവിയെ കണ്ട 3 പേരും തിരിച്ചറിഞ്ഞതോടെയാണ് ഇന്ന് രാവിലെ ശ്രീജിത്ത് രവിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കുട്ടികളെ ചൈൽഡ് ലൈൻ നിർദ്ദേശപ്രകാരം ഫോട്ടോ കാണിച്ച് ഇയാളാണെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി 1:30യോടെയാണ് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ശ്രീജിത്ത് രവിയെ ഹാജരാക്കിയത്. പാലക്കാട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ശ്രീജിത്ത് രവിയുടെ കാറ് മറ്റൊരാൾ എടുത്തുകൊണ്ടുപോയെന്നും മൊബൈൽ ഫോൺ ഈ സമയം വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. കൂടാതെ കുട്ടികൾ നൽകിയ പരാതിയിൽ ശ്രീജിത്ത് രവിയുടെ പേര് കൃത്യമായി പറയുന്നില്ല എന്നുള്ള കാര്യവും പ്രതിഭാഗം കോടതി മുമ്പാകെ പറഞ്ഞു. എന്തായാലും ഉച്ചയ്ക്ക് ഭക്ഷണത്തിനായി കോടതി പിരിഞ്ഞ് അല്പസമയത്തിനകം കോടതി നടപടികൾ പുനരാരംഭിക്കും. ജാമ്യം ലഭിക്കുന്നതിനാവശ്യമായ രീതിയിലുള്ള വാദങ്ങളാണ് ശ്രീജിത്ത് രവിയുടെ അഭിഭാഷകൻ നിരത്തുന്നത്. ഒരു പക്ഷേ ജാമ്യം ലഭിക്കാനും സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ഇതുവരെയുള്ള വാദത്തിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സൗമ്യ, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.